എന്ത് ഇത്രമാത്രം ആലോചിക്കുന്നത്? എനിക്ക് അങ്ങനെ അടുത്ത പണി വരുന്ന? കുഞ്ഞായിരിക്കുമ്പം ഞാൻ ഉമ്മമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഉമ്മമ്മയാണ് എന്നെ ആദ്യമായിട്ട് ട്രെയിനിലൊക്കെ കൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ വിൻഡോ സീറ്റിന് വേണ്ടി അടിയും. ഉമ്മമ്മ അടിയാവുന്ന പോലെ കാണിക്കും, ബട്ട് വിൻഡോ സീറ്റ് എനിക്ക് തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതിനുശേഷം ഉമ്മമ്മ ഹൈദരാബാദിലോട്ട് പോയി. പിന്നെ ഉമ്മമ്മനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉമ്മമ്മനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നത് എൻ്റെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മെമ്മറി. എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല എന്തിനാണ് പ്രശ്നം ഉണ്ടായത്, എന്താ ഉമ്മമ്മ വരാത്തത്. എന്നെ കാണാൻ ആഗ്രഹമില്ല ഉമ്മമ്മക്ക്. ഇതാണ് ലൈഫിൽ എല്ലാവരും നമ്മൾ വിട്ടിട്ട് പോകും. നമ്മൾ ലാസ്റ്റ് നമ്മളെപ്പോഴും ഒറ്റക്കാവും. അങ്ങനെ ഒരിക്കലും വിട്ടിട്ട് പോകാത്ത ഒരാൾ ലൈഫിൽ വന്നാലോ? ഞാൻ തന്നോട് കഥ പറഞ്ഞൊന്നല്ല, ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ഞാൻ എന്തോ പെട്ടെന്ന് എന്തൊക്കെ ഓർത്തപ്പോ അതൊക്കെ പറഞ്ഞത്, അല്ലാണ്ട് തന്നോട് ഷെയർ ചെയ്തോന്നല്ല. ഞാൻ അങ്ങനെ ആരോടും എൻ്റെ വിഷമവും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. എനിക്കത് ഇഷ്ടമല്ല. താനിത് ആരോടും പറയണ്ട, ഞാൻ ഇതൊക്കെ തൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. പോവാണോ? എന്താ ഒരു മെച്യൂരിറ്റി, എന്ത് സ്നേഹം അവന്. ബോയ്സ് ആയ അമറിനെ പോലെ ഇരിക്കും. You know, life is about stability. Chaos immature ആണ്, സ്റ്റെബിലിറ്റി ആണ് അട്രാക്റ്റീവ്. നിനക്ക് തലക്കടി വല്ലതും കൊണ്ടോ? നമ്മളെപ്പോഴും കാമും സെക്യൂറും ഗ്രൗണ്ടഡും ആയിരിക്കും. നീ എന്താ അമറിനെ പോലെ സംസാരിക്കുന്നത്? നോ, ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്തല്ലേ, നിനക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. ഹേയ്, ഡോണ്ട് ഡു എനിത്തിങ് സ്റ്റുപ്പിഡ്. നീ ഇപ്പോൾ മെച്ചുവേർഡാണ്, അമറിനെ പോലെ മണ്ടത്തരം കാണിക്കരുത്. അർജുൻ, കൺട്രോൾ. ഇല്ല ഇല്ല, ഇവിടെ ഭയങ്കര തണുപ്പാണ്, വാ അകത്തിരിക്കാം.